നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ വിരാട് സ്വരൂപ വർണ്ണനമെന്ന 6-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണഃ അസ്ഥികുലാനി ശൈലാഃ നാട്യസരിത്സമുദയഃ തരവശ്ചരോമ ജീയാദിദം വപുരനിർവചനീയമീശ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സംസാരചക്രം ഐ ചക്രധര ക്രിയാഃ തേ വീര്യം മഹാസുരഗണഃ അസ്ഥികുലാനി ശൈലാഃ നാട്യഃ സരിസ്സമുദയഃ തരവഃ ച രോമ ജീയാദ് ഇദം വപുഹു അനിർവചനീയം ഈശ. ഇനി അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഐ ചക്രധര തേ ക്രിയാഃ സംസാരചക്രം വീര്യം മഹാസുരഗണഃ അസ്ഥികുലാനി ശൈലാഃ നാട്യഃ സരിസ്സമുദയഃ രോമ തരവഃ ച. ഹേ ഈശ അനിർവചനീയം തവ ഇദം വപുഹു ജീയാത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. സുദർശന ചക്രധാരിയായ അല്ലയോ ഭഗവൻ, തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ സംസാരചക്രം അങ്ങയുടെ ക്രിയയാകുന്നു. അസുര സംഘമാവട്ടെ അങ്ങയുടെ പരാക്രമമാണ്. പർവ്വതങ്ങൾ അസ്ഥികളും നദികൾ അങ്ങയുടെ സിരകളുമാകുന്നു. വൃക്ഷങ്ങൾ രോമങ്ങളുമാകുന്നു. ഹേ ഭഗവാനെ, അനിർവചനീയമായ അങ്ങയുടെ ഈ സ്വരൂപം എന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. അടുത്ത ശ്ലോകത്തോടുകൂടി ഈ 6-ാം ദശകം സമാപിക്കുകയാണ്. എല്ലാ ശ്ലോകത്തിൻ്റെയും അവസാനമാണ്, ഓരോ 10 ശ്ലോകത്തിൻ്റെയും ദശകത്തിൻ്റെയും അവസാനമാണ് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും തന്നെ കാത്തുകൊള്ളാനും. നമസ്തേ.